നമസ്കാരം. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്നത്തെ ദിനം തന്നെ തിരഞ്ഞെടുത്തത് നാളത്തെ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം ഓർമ്മിപ്പിക്കാനായിരുന്നു. ഭരണഘടന കയ്യിൽ നിന്ന് താഴെ വയ്ക്കാത്ത രാഹുലിനെയും ഇന്ത്യ മുന്നണിയെയും പൗരാവകാശങ്ങളെക്കുറിച്ചും നേതാക്കളെ ജയിൽ അടച്ചതിനെക്കുറിച്ചും ഓർമ്മിപ്പിച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെ ശക്തിയെന്തെന്ന് വിശദീകരിക്കുകയായിരുന്നു ഇന്ന് മോദി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകരെയും പ്രക്ഷോഭകരെയും ജയിലിലടച്ച മോദിയാണ് ജനാധിപത്യത്തിന് പാഠം നൽകുന്നത്. ഇന്ന് സഭയ്ക്കകത്തും പുറത്തും പക്ഷേ കണ്ടത് ആത്മവിശ്വാസത്തോടെ പറയാനുള്ളത് പറയുന്ന പ്രതിപക്ഷത്തെയാണ്. മൂന്നാം മോദി സർക്കാർ നേരിടേണ്ടത് കരുത്തേറിയ പ്രതിപക്ഷത്തെയോ? ചർച്ചയിൽ ഇടത് സഹയാത്രികൻ BN സസ്കർ, BJPയിൽ നിന്ന് JR പത്മകുമാർ, കോൺഗ്രസിൽ നിന്നും ഡോക്ടർ ജിൻഡോ ജോൺ, രാഷ്ട്രീയ നിരീക്ഷകൻ മോഹൻ വർഗീസ് എന്നിവരെയാണ്. ആദ്യം ഞാൻ ജിൻഡോ ജോണിലേക്ക് പോകുന്നു. ജിൻഡോ, എന്തുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഭരണഘടന കയ്യിലേന്തിക്കൊണ്ട് പാർലമെന്റിലേക്ക് വരാമെന്ന തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തിയത്? ഇന്നത്തെ ദിവസമാണ് ഇന്ത്യയിൽ ഈ പുതിയ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഭരണഘടനയുമായിട്ട് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. കാരണം രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ മനുഷ്യൻ ഭരണഘടനയുടെ ഒരു ചെറുപതിപ്പും കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് നടത്തിയൊരു പ്രചരണം, ആ പ്രചരണം എത്തി നിൽക്കുന്നത് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് ഒരു വിലയും കൊടുക്കാതെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാനമന്ത്രി ഭരണഘടനയ്ക്ക് മുമ്പിൽ നമസ്കരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. ഭരണഘടനയെ തൊട്ടുമുട്ടുന്ന സാഹചര്യം സൃഷ്ടിച്ചത് രാഹുൽ ഗാന്ധി കയ്യിലുയർത്തിപ്പിടിച്ച ആ ചെറിയ ഭരണഘടനയുടെ പതിപ്പുമായി തുടങ്ങിയ ആ പ്രചരണമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പാർലമെൻറ്റിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ മുഴുവൻ ഈ ഭരണഘടനാ പതിപ്പുമായിട്ട് കയറാനുള്ള കാരണം നിരവധിയാണ്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഭരണഘടനയുമായി ഉയർത്തിപ്പിടിച്ച് പ്രതിപക്ഷങ്ങൾ മാർച്ച് തുടങ്ങുന്നത് ഗാന്ധി പ്രതിമ ഇരുന്ന സ്ഥലത്ത് നിന്നാണ്. മഹാത്മാഗാന്ധിയുടെ നിഴലിനെയും പ്രതിമയെയും പോലും ഭയപ്പെടുന്ന രീതിയിലേക്ക് BJP മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ സന്ദേശം കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ പ്രചരണം തുടങ്ങുന്നത്. ഇവിടെ പാർലമെന്റ് മന്ദിരത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിനും സൗന്ദര്യത്തിനും വേണ്ടിയിട്ടാണ്, മോടി കൂട്ടുന്നതിനും വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമ അവിടെ നിർത്തി മാറ്റുന്നതെന്ന് പറഞ്ഞാൽ ഗാന്ധി ഇല്ലാതെ ഇന്ത്യൻ ജനാധിപത്യത്തിന് എന്ത് സൗന്ദര്യമുണ്ടെന്നാണ് BJPക്കാർ പറയുന്നത്. ഗാന്ധി ഇല്ലാതെ ഗാന്ധിയുടെ പ്രതിമ കൊണ്ടുണ്ടാകുന്ന അസൗകര്യം എന്ന് പറഞ്ഞാൽ അതൊരു അസംബന്ധമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിളക്കുമാടമാണ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഈ രാജ്യത്തെ നിയമനിർമ്മാണ സഭയുടെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയുടെ മുൻപിൽ ഇരിക്കുന്നത് ഒരു അസൗകര്യമാണ്, അല്ലെങ്കിൽ സൗന്ദര്യക്കുറവാണെന്ന് BJP ധരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെ അറിയിക്കുക കൂടിയാണ് ഞങ്ങൾ ഇന്നത്തെ ആ പ്രതിഷേധത്തിലൂടെ ചെയ്തത്. ഈ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങിയ ഓരോ കാര്യങ്ങളും, ഇലക്ഷന് ശേഷം നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും, ഇലക്ഷന് മുമ്പ് രാഹുൽ ഗാന്ധി പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു, രാജ്യത്തെ മുഴുവൻ പരീക്ഷകളും ഞങ്ങൾ സത്യസന്ധമായിട്ട് നടത്തും, വിദ്യാർത്ഥികളെ വഞ്ചിക്കാത്ത നിലപാട് സ്വീകരിക്കുമെന്ന് ഞങ്ങളുടെ 5 ന്യായ പദ്ധതികളിൽ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുള്ളതാണ്. അതിന് സമാനമായ സാഹചര്യമല്ല നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ. BJPയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളുകൾ നടത്തിയിട്ടുള്ള കൊടും കൊള്ളകൾ ഇതിൻ്റെ പുറകിൽ നടക്കുന്നു. നീറ്റ് എക്സാം പോലെയുള്ള എക്സാംസിൻ്റെ വിശ്വാസ്യത തകർക്കപ്പെടുന്നു. ഈ രാജ്യത്തെ ഇത്തരം പരീക്ഷകളെ പോലും വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നയിച്ചത് BJP സർക്കാരാണ്. അവർക്കതിൽ അഭിമാനക്കുറവൊന്നും തോന്നേണ്ട കാര്യമില്ല. കാരണം പഠിച്ച കോളേജോ പഠിച്ച കോഴ്സോ പഠിച്ചത് എവിടെയാണെന്നോ ആരുടെ കൂടെ പഠിച്ചെന്നോ ആര് പഠിപ്പിച്ചെന്നോ യാതൊരു അറിവുമില്ലാത്ത ഒരു പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുന്ന കാലത്ത് ഇത്തരം പരീക്ഷകളിലെ ക്രമക്കേടുകളെ കുറിച്ചിട്ട് BJPക്ക് നാണക്കേട് ഉണ്ടാകില്ല. പക്ഷേ ഇന്ത്യ മുന്നണിക്ക് കൃത്യമായിട്ട് അതിൽ അഭിപ്രായമുണ്ട്. അത് ഞങ്ങളിവിടെ പ്രകടിപ്പിക്കുന്നു. ശരി, ശ്രീ JR പത്മകുമാർ, മോദിയുടെ 3ാം ഊഴം, നെഹ്റുവിന് ശേഷം ഈ രൂപത്തിലെത്തുന്ന 2ാമത്തെ പ്രധാനമന്ത്രി, അദ്ദേഹം ആ കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം തന്റെ 3ാം ഊഴത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനപ്പുറം ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും അടിയന്തരാവസ്ഥയെക്കുറിച്ചും ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നാളെ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികമാണ്. ഈ ഘട്ടത്തിൽ അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് കയറിയത് എന്തുകൊണ്ടായിരിക്കാം? ഇന്ത്യയിലെ ഒരു ജനാധിപത്യ വിശ്വാസിക്കും മറക്കാൻ കഴിയാത്ത ഒരനുഭവമാണ് 1975 അടിയന്തരാവസ്ഥ. അതിൻ്റെ ദുരന്തങ്ങൾ ഇന്ന് അന്നത്തെ പീഡനങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വാർഷിക ദിനത്തിൽ അത് ഓർമ്മിക്കാതെ പോകാൻ കഴിയില്ലല്ലോ. ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഏറ്റവും കറുത്ത ഒരു സാഹചര്യം ദിനം എന്ന് ചോദിച്ചാൽ
അത് അടിയന്തരാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് നാളെയാണ് അടിയന്തരാവസ്ഥയുടെ വാർഷികം വരുന്നത്, ജൂൺ 25. അതുകൊണ്ട് അദ്ദേഹം അത് ഓർമ്മിച്ചിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളും നമ്മളിങ്ങനെ ഓർമ്മിക്കാറുണ്ടല്ലോ. കഴിഞ്ഞ കാല നമ്മുടെ വിഷമിപ്പിച്ചിട്ടുള്ള, അതുപോലെ തന്നെ സന്തോഷിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓരോ കാലഘട്ടത്തിലും ഓർമ്മിക്കും. അപ്പൊ അത്തരത്തിൽ ഒരു നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത ഇരുണ്ട ഒരു കാലഘട്ടമായിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടം. അതും അദ്ദേഹം ഓർമ്മിച്ചെന്നേ ഉള്ളൂ. അങ്ങനെയാണോ അതിനെ കാണേണ്ടത് ശ്രീ മോഹൻ വർഗീസ്? ഇന്നിപ്പോൾ അടിയന്തരാവസ്ഥ ഓർമ്മിപ്പിക്കാനായി അടിയന്തരാവസ്ഥയുടെ തൊട്ട് തലേന്ന് തന്നെ പാർലമെന്റ് സമ്മേളിക്കാൻ തിരഞ്ഞെടുക്കുന്നു. അത് ബോധപൂർവമായി തിരഞ്ഞെടുത്തതാണ് എന്ന നിരീക്ഷണങ്ങളും കൂടി വരുന്നുണ്ട്. ഇന്ന് ആ കാര്യം പറഞ്ഞുകൊണ്ട് മോദി അങ്ങോട്ട് പോകുന്നു. ഇതിപ്പോൾ അതിന് രാഹുൽ മറുപടി നൽകിയത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മോദിയാണ് 50 വർഷം മുമ്പുള്ള അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നതെന്നാണ്. എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? ഇവിടെ സ്മൃതി, ഭരണപ്രതിപക്ഷ കക്ഷികൾ ഒരുപോലെ തന്നെ ഭരണഘടനയെയും അതിന്റെ സാധ്യതകളെയും തലനാരിഴകി പരിശോധിക്കുന്ന ഒരു രംഗം ഇന്ന് കാണുകയുണ്ടായി. പാർലമെന്റിന്റെ 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ അതാണ് നമ്മൾ കണ്ടത്. ഇവിടെ പ്രതിപക്ഷത്തെ ആളുകൾ, പ്രതിപക്ഷം വർദ്ധിത വീര്യത്തോടുകൂടി പ്രാവശ്യം എത്തിയിരിക്കുകയാണ്. 234 സീറ്റുകളുമായി. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രതിപക്ഷം ദുർബലമായിരുന്നു. ഇപ്രാവശ്യത്തെ പ്രതിപക്ഷം എണ്ണം കൊണ്ട് സമ്പുഷ്ടമാണ്. സ്വാഭാവികമായി അവർക്കൊരു പാർലമെന്റിൽ ഒരു പ്രസൻസ് ഉണ്ടാക്കാൻ കഴിയും. അവരിൽ മിക്ക ആളുകളും തങ്ങളുടെ സത്യപ്രതിജ്ഞാ വേളയിൽ തന്നെ ഭരണഘടനയുടെ ചെറു കോപ്പികൾ കൈവശം വെച്ചിരുന്നു എന്നത് ഒരു പുതുമയായി കാണാം. അപ്പൊ ഇവിടുത്തെ താരം ഭരണഘടന തന്നെയാണ്. എന്നാൽ ഭരണപക്ഷം അതിനെ ആക്രമിച്ചത് അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷിക ദിനം നാളെ വരുന്നു. അത് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഭരണഘടനാ മൂല്യങ്ങളെ അട്ടിമറിക്കുന്ന, ഇന്ത്യയിൽ ആകപ്പാടെ ഒരിക്കൽ മാത്രം സംഭവിച്ച ആ ഒരു കടത്ത നാളുകൾ. അപ്പൊ ഈ രണ്ട് പക്ഷവും ഭരണഘടനയെ തൊട്ടാണ് ഇടുന്ന ആ ഒരു കാഴ്ച കൗതുകരമായ ഒരു കാഴ്ചയാണ്. ജനാധിപത്യത്തിന് കുളിര് കോരിയിടുന്ന ഒരു കാഴ്ച തന്നെയാണ്. കാരണം ഇവിടെ നരേന്ദ്രമോദിയുടെ 10 വർഷത്തെ ഭരണകാലത്ത് ഭരണഘടനാ മൂല്യങ്ങൾ ചവിട്ടിമെതിക്കപ്പെട്ടു. അതിൽ പ്രധാനമായി ഏറ്റവും അവസാനത്തെ മൂല്യം എന്ന് പറയുന്നത് ഭരണഘടനയിൽ നേരിട്ട് ഇല്ല എങ്കിലും പ്രതിപക്ഷ ബഹുമാനം എന്ന ഒരു മൂല്യം, അത് ജനാധിപത്യ മൂല്യമാണ്. അതിൽ ഭരണഘടനയിൽ അന്തർലീനമാണ്. അവിടെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് യാതൊരു രീതിയിലുള്ളൊരു കോംപ്രമൈസും ഇല്ല. അവിടെ ഭരണകക്ഷിയുടെ ആൾ തന്നെയാണ് സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടേണ്ടത്, ശരിയാണ്. അല്ലെങ്കിൽ ഭരണ മുന്നണിയുടെ ആളാണ്. പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത് അതിനൊരു ഭരണഘടനാപരമായ അടിസ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഭരണഘടനയിൽ നേരിട്ട് പറയുന്നില്ല. പ്രതിപക്ഷത്തെ ഒരാളായിരിക്കണം ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നില്ല. പക്ഷേ വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിലുള്ള പാർലമെന്ററി ജനാധിപത്യത്തിലെ കീഴ്വഴക്കങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതൊരു കീഴ്വഴക്കമാണെന്ന് ഓർക്കണം. ജനാധിപത്യം നിലനിൽക്കുന്നത് നിയമങ്ങൾ മൂലം മാത്രമല്ല, ഭരണഘടന കൊണ്ട് മാത്രമല്ല, മറിച്ച് ഒരു മൂല്യാധിഷ്ഠിതമായ ഒരു പൊതുപ്രവർത്തനം. അത് വരുമ്പോൾ സ്വാഭാവികമായി UPA സർക്കാർ 2004 മുതൽ 14 വരെ ഉണ്ടായിരുന്ന മൻമോഹൻ സിംഗിന്റെ 1-2 സർക്കാരുകൾ ആ സമയത്ത് പ്രതിപക്ഷത്തിന് വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു സ്പീക്കർ സ്ഥാനം. എന്നാൽ ആ ഒരു മര്യാദ കഴിഞ്ഞ 10 വർഷമായി കാട്ടിയില്ല. വേണമെങ്കിൽ പറയാം, ഒരു മുഖ്യ പ്രതിപക്ഷത്തെ സൃഷ്ടിക്കാനുള്ള നമ്പർ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിനില്ല. 543 അംഗങ്ങളുടെ 10% ഇല്ലാതെ പോയതുകൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് പോലും, ക്യാബിനറ്റ് റാങ്കുള്ള ഒരു പ്രതിപക്ഷ നേതാവ് പോലും ഔപചാരികമായില്ല. അപ്പൊ ഇവിടെ ഒരു പക്ഷേ ഭരണപക്ഷം ഇപ്പോൾ ഔപചാരികതകൾക്ക് മാത്രമാണ് സ്ഥാനം നൽകുന്നത്. അനൗപചാരികമായ എന്നാൽ വളരെ ആരോഗ്യപരമായ ജനാധിപത്യ കീഴ്വഴക്കങ്ങൾ, അതും ഭരണഘടനാ മൂല്യമാണ്, അന്തർലീനമായിരിക്കുന്ന ഭരണഘടനാ മൂല്യം തന്നെയാണ്. അപ്പൊ ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, പ്രോട്ടം സ്പീക്കർ എന്ന് പറയുന്നത് കേവലം ഒരു ആചാരം മാത്രമാണ്. സഭയിലെ ഏറ്റവും മുതിർന്ന അംഗം സ്വാഭാവികമായി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നിർവഹിക്കണം. അതാണല്ലോ പ്രോട്ടം സ്പീക്കർ എന്ന് പറയുന്നത്. അത് 8 പ്രാവശ്യം പാർലമെന്റിലെത്തിയ, ലോക്സഭയിലെത്തിയ കൊടിക്കുന്നിൽ സുരേഷ് എന്ന കേരളത്തിലെ MP ആണ്, കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് അംഗമാണ്. അദ്ദേഹത്തിന് അവസരം നൽകാതെ 7 പ്രാവശ്യം എത്തിയ ഒരു ഒറീസയിലെ ഒരു MP ഭർത്തൃഹരി
അപ്പോൾ അദ്ദേഹത്തെ പ്രോട്ടം സ്പീക്കർ ആക്കുന്നത് കൊണ്ട് സ്വാഭാവികമായി പ്രതിപക്ഷം വിട്ടു നിന്നുകൊണ്ടാണ്, അതായത് ആ പാനലിൽ നിന്ന് തന്നെ ഇന്ത്യ മുന്നണിയിലെ 3 MP-മാരുണ്ടായിരുന്നു. ഈ 3 പേരും അവരവരുടെ പേരുകൾ വിളിച്ചപ്പോൾ അവരവരെ ആ സ്ഥാനത്തേക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവതാത സ്ഥാനങ്ങളിൽ തന്നെ ഇരുന്നു. അപ്പൊ ഇവിടെ ഒരു നിസ്സഹകരണത്തിന്റെ ഒരു അന്തരീക്ഷം ഒന്നാം ദിവസം തന്നെ കണ്ടു. അപ്പൊ ഒന്ന്, ഭരണഘടന ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള കാര്യം; 2, ശ്രീ നരേന്ദ്രമോദിയും ശ്രീ അമിത്ഷായും എല്ലാം സത്യപ്രതിജ്ഞ ചെയ്ത് MP-മാരെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചത്. അതുമാത്രമല്ല, 2 പേർ, BJP-യുടെ 2 പേർ, അതിൽ ഒന്ന് ഒരാൾ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് നിതിൻ ഗഡ്കരിയെ ഹർഷാരവത്തോടു കൂടി തന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ, ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളും വളരെയധികം സന്തോഷത്തോടു കൂടി ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് വളരെ ആഘോഷമായി അതിനെ കാണുന്നു. അതുപോലെ തന്നെ മറ്റൊരു, അപ്പൊ ഈ 2 MP-മാരുടെ BJP-യുടെ ഭാഗത്തു നിന്നുള്ള 2 പേരെ പ്രത്യേകമായി തെരഞ്ഞുപിടിച്ചു 2 പേരെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഒരു സന്ദേശം കൊടുക്കുകയാണ്. എല്ലാ മന്ത്രിമാരും ഒരുപോലെയല്ല. ജനകീയ അടിത്തറയുള്ള ആളുകളെ അല്ലെങ്കിൽ പ്രതിപക്ഷ ബഹുമാനം കാട്ടുന്നവരെ ഞങ്ങൾ വേറിട്ട് കാണുന്നു എന്ന ഒരു സന്ദേശം കൂടി ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ കൊടുക്കുന്നു. അതുകൊണ്ട് അനുകൂലമായ ചില കാര്യങ്ങൾ നന്മ ചെയ്താൽ പ്രതിപക്ഷം ക്രിയാത്മകമായി കൂടെ നിൽക്കും. എന്നാൽ ജനാധിപത്യത്തെ ഹനിക്കുന്ന, ഭരണഘടനാ തത്വങ്ങളെ അട്ടിമറിക്കുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന ഒന്നാന്തരം ഒരു നിലപാടാണ് പ്രതിപക്ഷം എടുത്തത്. പക്ഷെ ഭരണകക്ഷം എടുത്ത നിലപാടെന്ന് പറയുന്നത് തീർച്ചയായും കാലാകാലങ്ങളിൽ എടുത്തതുപോലെ തന്നെ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന, പ്രതിരോധത്തിലാക്കാനൊക്കുന്ന അടിയന്തരാവസ്ഥ പോലെയുള്ള വിഷയങ്ങൾ എടുത്തിടുമ്പോൾ സ്വാഭാവികമായി അതിന് പ്രതിരോധമില്ല. ഇന്ത്യയിൽ ഒരിക്കൽ മാത്രമേ ആർട്ടിക്കിൾ 352 അനുസരിച്ച് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി അത് ഇന്നത്തെ ഇന്ത്യ മുന്നണിയുടെ പ്രധാന കക്ഷിയായ കോൺഗ്രസിന്റെ അന്നത്തെ സമുന്നത നേതാവായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി 75-ൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ അതിന്റെ 50-ാം വാർഷികമാണ് നാളെ. അപ്പൊ അവിടെ അതുകൊണ്ട് 2 പക്ഷത്ത് നിന്നുകൊണ്ടും ആക്രമണ പ്രത്യാക്രമണങ്ങൾ വന്ന ഒരു ദിവസമായിരുന്നു കടന്നുപോയത്. അതുകൊണ്ട് വരാനിരിക്കുന്ന പൊട്ടിപ്പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമായിരുന്നു ഇന്ന് സംഭവിച്ചത് എന്നാണ് സ്മൃതി എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ BN ഹസ്കർ, ജനാധിപത്യത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും പറയാൻ മോദി നിർബന്ധിതമായ ദിവസം എന്ന നിലയ്ക്കാണോ നിങ്ങൾ ഇന്നത്തെ ദിവസത്തെ കാണുന്നത്? മോദിക്ക് ഇന്നത്തെ ദിവസം പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് കൃത്യമായ ഉദ്ദേശമുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ ഓർമ്മിപ്പിക്കുന്നു. നാളത്തെ 50-ാം വാർഷികത്തിന് മുന്നോടിയായുള്ള പ്രതികരണങ്ങളൊക്കെ അദ്ദേഹം നടത്തുകയും ചെയ്തു. ഭരണഘടനയെ അനുസരിക്കാത്തവർ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ നടപ്പാക്കാൻ ശ്രമിക്കുന്നവരെ ജനം തൂത്തെറിയും എന്ന രൂപത്തിലുള്ള പ്രതികരണവും അദ്ദേഹം നടത്തുകയുണ്ടായി. സ്മൃതി, ഇതിൽ കാണേണ്ടത് ഇന്ത്യൻ പാർലമെന്റിൽ ജനാധിപത്യത്തിന്റെ വസന്തം തിരിച്ചു വരുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാഴ്ചയായിരുന്നു ഇന്ന് കണ്ടത്. പ്രതിപക്ഷ ഐക്യനിര കൃത്യമായി തങ്ങളുടെ സന്ദേശം ഇന്ത്യൻ ഭരണഘടന ഉയർത്തി കാണിക്കുമ്പോൾ ഇന്ത്യയുടെ കറുത്ത ദിനങ്ങളായിരുന്ന അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അന്ന് മറുപടി നൽകിയത്. ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം കറുത്ത ദിനങ്ങളായിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടം, ഒരു സംശയമില്ല കരുതി. പക്ഷേ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുമായി ഈ കേരളത്തിലെയും ഇന്ത്യയിലും ആകമാനം, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാരെ ആകമാനം ജയിലിൽ അടയ്ക്കുന്നതിനുള്ള നടപടികളുമായി പോയിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ 5 കൊല്ലക്കാലം ഇന്ത്യൻ പാർലമെന്റിനുള്ളിൽ ജനാധിപത്യമുണ്ടായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഭൂരിപക്ഷം MP-മാരെയും സസ്പെൻഡ് ചെയ്യുന്ന കാലഘട്ടം. അതുപോലെ നിയമങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തുയർത്തി പ്രഖ്യാപിക്കുന്ന പാർലമെന്റായി ഇന്ത്യൻ പാർലമെന്റ് മാറിയിരുന്ന ഒരു കാലഘട്ടം. ഇനി അത് നടക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായ ഒരു സന്ദേശമായി പ്രതിപക്ഷം ഉയർത്തിപ്പിടിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഭരണഘടനാ മൂല്യങ്ങൾ അത് ഉയർത്തിപ്പിടിച്ചേ മതിയാകൂ. ആ ഭരണഘടനയിൽ അധിഷ്ഠിതമായി അത് പറയിച്ചേ മതിയാകൂ എന്നുള്ളിടത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊണ്ട് ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്യിപ്പിക്കുന്ന തരത്തിലേക്ക് എന്തായിരുന്നു BJP-യുടെ മുഖ്യ അജണ്ട? വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് 400 സീറ്റ് ലഭിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന തന്നെ അട്ടിമറിക്കപ്പെട്ടേനെ എന്ന സ്ഥിതിയിലായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് നാം കേട്ടുകൊണ്ടേയിരുന്നത്. എന്നാൽ അതിനൊരു സാഹചര്യവും സൃഷ്ടിക്കാത്ത തരത്തിൽ, അതിനൊരു ഇടവും നൽകാത്ത തരത്തിൽ പ്രതിപക്ഷത്തിന് ഇന്ത്യ ഒട്ടാകെ അത് തിരിച്ചുവരവ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി, ഇന്ത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹം
മറ്റ് സമീപകാല വർത്തമാനകാല രാഷ്ട്രീയ നേതാക്കന്മാരെ പരിശോധിച്ചാൽ ഇന്ത്യയുടെ നെടുകയും കുറുകയും നടന്ന് ഇന്ത്യയിലെ ജനങ്ങളെ ഉഴുതുമറിച്ച ഒരു വ്യക്തിയായി, ഒരു രാഷ്ട്രീയ താരോദയമായി അദ്ദേഹം മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വസ്തുതകളിൽ നിന്ന് ഇന്ത്യയുടെ ഭരണവർഗം, അതായത് NDA മുന്നണി മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ ഇനി നിങ്ങൾ കരുതുന്നത് പോലെ ഏതു കാടത്തരവും കാണിച്ചു കളയാം എന്ന് ധരിക്കരുത്. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷാ തന്റെ പോക്കറ്റിൽ നിന്ന് ആ നിയമം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു എങ്കിൽ ഇനി ജനാധിപത്യപരമായി ചർച്ചകൾക്കൊടുവിലല്ലാതെ ഒരു നിയമവും ഇന്ത്യയിൽ നടപ്പിലാക്കാനാവില്ല എന്ന വസ്തുത തിരിച്ചറിഞ്ഞ് പ്രതിപക്ഷത്തിന് ആവശ്യമായിട്ടുള്ള ഇടം നൽകണം. അതുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കറിന്റെ സ്ഥാനമടക്കമുള്ള കാര്യങ്ങളിൽ NDA മുന്നണി തിരിച്ച് ചർച്ച ചെയ്യണം, അത് പുനരാലോചിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്കാകമാനം പറയുവാനുള്ളത്. അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തതായി കരുതി ഒരു മൂന്നാം ടേമിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം അദ്ദേഹം വന്നിട്ടുണ്ട് എങ്കിൽ അതുപോലെ തന്നെ ആ ടേം പൂർത്തിയാകാതെ അദ്ദേഹത്തിന് ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് രാജിവെക്കേണ്ട സാഹചര്യം വരെ ഉണ്ടാകുന്നതിന് ഈ പ്രതിപക്ഷ ഐക്യനിരയ്ക്കുണ്ടാകും. കാരണം ഒരു കൂട്ടുമുന്നണി മന്ത്രിസഭയുമായിട്ടാണ് ശ്രീ നരേന്ദ്രമോദി ഇപ്പോൾ അധികാരത്തിലെത്തിയിരിക്കുന്നത്. ആ മുന്നണിയിൽ തന്നെ കൃത്യമായി ചില അടയാളപ്പെടുത്തലുകളുണ്ട്. അവർ വിയോജിപ്പുകളുടെ വിവിധ ഭാഗങ്ങളിൽ ഒരുമിച്ച് നിൽക്കുകയാണ്. വളരെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മുള്ളുമുരുക്ക് മൂർഖൻ പാമ്പിനെ എല്ലാം ചേർത്തുകൊണ്ടാണ് NDAയുടെ മുന്നണി. ജാതി സെൻസസിന്റെ അടക്കം കാര്യം വരുമ്പോൾ നിതീഷ് കുമാർ അടക്കം ചന്ദ്രബാബു നായിഡു അടക്കം പാലം വലിക്കുന്നുള്ള സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകും. അതുകൊണ്ട് ഒരു തരത്തിലും ഇന്ത്യയിലെ നിയമങ്ങൾ മാറ്റിമറിക്കുന്നതിനോ ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ മാറ്റിമറിക്കുന്നതിനോ NDA മുന്നണിക്കാവില്ല എന്ന ആത്മവിശ്വാസമാണ് ഇന്ന് ഈ പാർലമെന്റിൽ നടന്ന സംഭവങ്ങൾ കൊണ്ട് കാണാൻ കഴിഞ്ഞത്. ജിൻഡോ ജോൺ, ഇപ്പോൾ പ്രതിപക്ഷത്തിന് അമിത ആത്മവിശ്വാസമുണ്ടോ എന്നൊരു സംശയം. ഇന്നത്തെ ദിവസം എന്തായാലും കൃത്യമായി പ്ലാൻ ചെയ്ത് തന്നെയായിരിക്കും പ്രതിപക്ഷം വന്നത്. എല്ലാവരും ഭരണഘടനയുടെ കോപ്പി കൊണ്ടുവരുന്നു, പുറത്ത് പ്രതിഷേധിക്കുന്നു, ഗാന്ധിയുടെ പ്രതിമയുണ്ടായിരുന്ന സ്ഥലത്ത് നിന്നുള്ള പ്രതിഷേധം തുടങ്ങുന്നു. അകത്ത് നേരത്തെ ശ്രീ മോഹൻ വർഗീസ് ചൂണ്ടിക്കാണിച്ചതുപോലുള്ള ചില കാര്യങ്ങൾ, ഗഡ്കരി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കയ്യടി, മോദിക്കും അമിത്ഷായ്ക്കും ബഹളം, ഈ രൂപത്തിലുള്ള പ്രതികരണമൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത പ്രകാരം തന്നെ നടന്നു. ഇനി അങ്ങോട്ട് മുഴുവൻ പ്രതിപക്ഷത്തിൻ്റെ പ്ലാനിനനുസരിച്ച് പാർലമെൻറ്റിനകത്ത് പ്രവർത്തിക്കാനാകും എന്നുള്ളതാണ് നിങ്ങൾ കരുതുന്നത്? അപ്പുറത്തും ചില പ്ലാനുകളുണ്ട്. ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യത്തിൽ പ്രതിപക്ഷത്തിനകത്ത് ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയെന്ന വാർത്തകളുണ്ട്. DMKക്ക് അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തു എന്ന വാർത്തകളുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ ഇന്ത്യ മുന്നണിയെ പിളർത്താനുള്ള ശ്രമങ്ങൾ മറുപക്ഷത്തുമുണ്ട്. അല്ല സ്മൃതി, ഇവര് ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് ഇവർക്ക് ഭൂരിപക്ഷം കിട്ടി, തുടർഭരണം കിട്ടി എന്നല്ലേ. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 10 വർഷക്കാലം ഇവർ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ വേണ്ടത്ര അംഗീകാരം കൊടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇവരുടെ BJPയുടെ കേവല ഭൂരിപക്ഷത്തിൽ താഴേക്ക് വരുന്നതും, അല്ലെങ്കിൽ രാമക്ഷേത്ര ഭൂമിയിൽ പോലും തോൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതും, അല്ലെങ്കിൽ NDAയുടെ സീറ്റ് എണ്ണം കുറയുന്നതും ഒക്കെ. ഇതിൽ നിന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് കുറെ കൂടി ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച മോഹൻ വർഗീസ് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് സൂചിപ്പിച്ചു. യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് കുറെ കൂടി ജനാധിപത്യ മര്യാദ പുലർത്തിക്കൊണ്ട് ഒരു ഭരണ സംവിധാനമായിട്ട് പോകാനാണ് തയ്യാറെടുക്കേണ്ടത്. പകരം ആദ്യ ദിനം മുതൽ പഴയ പരിപാടികൾ തുടരുക എന്നുള്ളതിനപ്പുറത്തേക്ക് BJPയുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. പക്ഷേ കോൺഗ്രസോ ഇന്ത്യ മുന്നണിയോ അതിൻ്റെ ഒന്നും വാലയിൽ പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജി വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഓരോ വിഷയങ്ങളിലും, ഇപ്പം നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ നമ്മളിവിടെ സൂചിപ്പിച്ചു. എത്ര തിടുക്കത്തിലാണ് ഗവൺമെൻറ് എൻക്വയറി പ്രഖ്യാപിക്കുകയും അതിൻ്റെ നേതൃത്വ യിലുള്ള ആളുകളെ മാറ്റുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യത്തിലും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും കൃത്യമായിട്ടുള്ള ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് പാർലമെന്റിൽ ഉയർത്താൻ പോകുന്നത്. അതിന് മുമ്പിൽ BJPയും നരേന്ദ്രമോദിയും ഉയർക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇവിടെ BJPയിൽ തന്നെ ഞങ്ങൾ BJP എന്നുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അവകാശത്തെ അല്ല എതിർക്കുന്നത്. NDA എന്ന അവർക്ക് ഭൂരിപക്ഷം കിട്ടി അവരുടെ സർക്കാരിനെ അട്ടിമറിക്കാനോ അസ്ഥിരപ്പെടുത്താനോ അല്ല ഞങ്ങൾ ശ്രമിക്കുന്നത്. അവർ ഈ രാജ്യത്തെ ജനങ്ങളെ കേൾക്കാതെ വരുമ്പോൾ, ഈ രാജ്യത്തെ ജനങ്ങളുടെ കണ്ണുനീര് കാണാതെ വരുമ്പോൾ, ഇവിടെ കലാപങ്ങൾ നടക്കുമ്പോൾ കലാപങ്ങൾ നടത്തുന്ന, അതിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് പ്രോത്സാഹനം നടത്തുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രിക്ക് കൊടുക്കാത്ത കയ്യടി നിതിൻ ഗഡ്കരിക്ക് കൊടുക്കുന്നത് പ്രതിപക്ഷ ബഹുമാനത്തോടെയും ജനാധിപത്യ ബോധത്തോടെയും
പെരുമാറിയിട്ടുള്ള ആളുകളെ ഉൾക്കൊള്ളാനുള്ള മാനസിക വലിപ്പം പ്രതിപക്ഷ നിരയിലുള്ള ആളുകൾക്കുണ്ട്. അത് അപ്പുറത്തിരിക്കുന്ന 56 ഇഞ്ച് നെഞ്ചുകാർക്ക് ആർക്കും, ആ ഫാൻസ് അസോസിയേഷൻകാർക്ക് ആർക്കും ഇല്ലാത്തത് കൊണ്ടാണ് അവർ കൂകി വിളിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ നിലവാരത്തിനും അനുസരിച്ചാണല്ലോ പാർലമെന്റിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. പ്രതിപക്ഷ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ ഭരണഘടനയുടെ കോപ്പികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നു. പകരം ഭരണപക്ഷത്തിരിക്കുന്നവർ മോദി മോദി എന്നുള്ളൊരു ഒറ്റ മുദ്രാവാക്യത്തിനപ്പുറം അവർക്ക് വേറെ ഒന്നും പറയാനില്ല. അവരിപ്പോഴും മോദിയുടെ മാസ്മരിക ലോകത്തിലിരിക്കുകയാണ്. പക്ഷേ മോദിയുടെ മുഖം കണ്ടാൽ അറിയാം, പഴയ മോഡിയൊക്കെ പോയി പ്രഭാവം മങ്ങി ഇനി ഘടകകക്ഷികളുടെ മുമ്പിൽ നിൽക്കേണ്ട ഗതികേട് വരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ DMK-യുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു എന്നുള്ള മാധ്യമ വാർത്തകളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? BJP-ക്ക് പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അവർക്ക് പൂർണ്ണ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അവർ DMK-യോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ പിളർത്താൻ വേണ്ടി നോക്കുകയോ ഒന്നും ചെയ്യേണ്ട സാഹചര്യമില്ലല്ലോ. അവർക്ക് പൂർണ്ണ ആത്മവിശ്വാസത്തോടുള്ള റിസൾട്ട് അല്ല കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇവിടെ കിരൺ റിജു എന്ന് പറഞ്ഞ മന്ത്രി മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറഞ്ഞ AICC-യുടെ പ്രസിഡന്റിനെ നേരിട്ട് പോയി കാണുകയും ക്ഷണിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. ഇതൊക്കെ കൊടുക്കുന്ന സന്ദേശം എന്താ? ഇതൊക്കെ കൃത്യമായിട്ട് അവർക്ക് ഭയപ്പാടുണ്ട്. പാർലമെന്റിനകത്ത് ഒരു ഫൈറ്റിനെ നേരിടാനുള്ള ശേഷി BJP-ക്ക് പഴയ പോലെ ഉണ്ടാകില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള സൂചനയാണ് ജനാധിപത്യ ഇന്ത്യക്ക് നൽകുന്നത്. ശരി, ശ്രീ JR പത്മകുമാർ, ഇപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ചും അടിയന്തരാവസ്ഥയെക്കുറിച്ചുമൊക്കെ മോദി വാചാലനായി. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഭരിച്ച 2 കാലയളവിലും പ്രതിപക്ഷ നേതാക്കളെ അടക്കം ജയിലടയ്ക്കാനും മനുഷ്യാവകാശ പ്രവർത്തകരെ ജയിലടയ്ക്കാനും നിങ്ങൾ മുതിരുകയായിരുന്നു. വിചാരണ കൂടാതെ എത്രത്തോളം മനുഷ്യാവകാശ പ്രവർത്തകരാണ് ഇപ്പോഴും ജയിലിൽ കഴിയുന്നത്? ഈ വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നതിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത്? അല്ല, നിങ്ങൾ തന്നെ ചോദ്യവും നിങ്ങൾ തന്നെ ഉത്തരവും പറഞ്ഞ എൻ്റെ മറുപടിക്ക് ഒരു പ്രസക്തിയില്ലല്ലോ. കോൺഗ്രസ്സുകാർക്ക് കുറേ ആവേശം ഉണ്ടാവും. കാരണം അവർ പ്രചരിപ്പിച്ച കുറേ കള്ളനുണകൾ ഒരു ശതമാനമെങ്കിലും ആളുകളുടെ ഇടയിൽ കുറേ സ്വാധീനമുണ്ടായി. ഭരണഘടനയെ മാറ്റാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ സംവരണം എടുത്തു കളയാൻ പോകുന്നു എന്നുള്ളൊരു പ്രചരണം, വെറും കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അവർക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ കാര്യമായി നേരിടാൻ കഴിഞ്ഞില്ല. 217 സീറ്റിലാണ് ഞങ്ങളും കോൺഗ്രസും കൂടി നേരിട്ട് മത്സരം ഉണ്ടായത്. ആ 217 സീറ്റുകളിൽ 153 സീറ്റിലും ഞങ്ങൾ ആണ് ജയിച്ചത്. 70-75% ഒരു സ്ട്രൈക്ക് റേറ്റ് നോക്കിയാൽ ഞങ്ങളാണ് ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ അങ്ങ് പരാജയപ്പെടുത്തി കളഞ്ഞു എന്നുള്ളൊരു പ്രചരണമൊന്നും വേണ്ട. ആകെ നമുക്കറിയാം എങ്ങനെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കും ഇപ്പോൾ പാർലമെന്റിലുള്ളത്. പിന്നെ കുറെ സ്വപ്നം കാണുന്നതിൽ ആർക്കും വിരോധമൊന്നുമില്ല. നാളെ മോഡി രാജിവെക്കും, അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അധികാരത്തിൽ വരും, അല്ലെങ്കിൽ ഇവിടെ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ സ്വപ്നം കാണുന്നതിൽ ഒരു ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല എന്ന കാര്യമെങ്കിലും ചുരുങ്ങിയത് സമ്മതിക്കുന്നുണ്ടോ? ഇല്ലല്ല, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം അല്ലല്ലോ. ഞങ്ങൾ അവരെന്താ ഇന്ത്യ മുന്നണി പറഞ്ഞത് പ്രചരിപ്പിച്ചത് എന്താ സ്മൃതി? മോഡിയെ താഴെ ഇറക്കും. അതിനല്ലേ നേരത്തെ അസ്കർ പറഞ്ഞത്? നിങ്ങൾ എന്താണ് പ്രചരിപ്പിച്ചത്? എന്തായാലും നിങ്ങൾ വിജയിച്ചു, പക്ഷെ നിങ്ങൾ പ്രചരിപ്പിച്ചതിലേക്ക് എത്തിയോ? അല്ല, അല്ല, ഞങ്ങളുടെ പ്രചരണം മാത്രമല്ലല്ലോ. ഇന്ത്യയില് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടണം, 400 സീറ്റ് NDAക്ക് കിട്ടണം എന്നുള്ള ഞങ്ങളുടെ ടാർഗറ്റാണ്. അതനുസരിച്ച് ഞങ്ങൾ പ്രചരിപ്പിച്ച് തന്നെയാണ് പ്രചരണം നടത്തിയത്. 50 കടക്കില്ല എന്നല്ലേ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞിരുന്നത്? ഇന്ത്യ മുന്നണി പറഞ്ഞ എന്താ? 50 കടക്കില്ല എന്നല്ലേ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞത്? ഇന്ത്യ മുന്നണി പറഞ്ഞ എന്താ? അല്ല, ആയിക്കോട്ടെ, ഇന്ത്യ മുന്നണി പറഞ്ഞത് സ്മൃതി ഒന്ന് പറഞ്ഞേ. മോഡിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കും. അതിനു വേണ്ടിയിട്ടാണല്ലോ എല്ലാ വ്യത്യസ്തമായ ആശയങ്ങളും വ്യത്യസ്തമായി പരസ്പരം മത്സരിക്കുന്ന സംഘടനകളെല്ലാം കൂടി, രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി ഒരുമിച്ച് കൂടിയത്. അതിനിയും സാധ്യതകളുണ്ട് എന്ന് ഇന്ത്യ മുന്നണി കരുതുന്നുണ്ട്. ശ്രീ JR പത്മകുമാർ, രാഹുലിന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം കണ്ടിരുന്നില്ലേ? അല്ല, അതാണല്ലോ നിങ്ങൾ പറയുന്നത്. അത് ഇപ്പൊ NDA മുന്നണിക്കകത്തുള്ള ഒരാളിനെ പിളർത്തിയെടുത്ത് മറുവശത്ത് കൊണ്ടുപോയാൽ ജനാധിപത്യത്തിന്റെ പുഷ്കലകാലം അല്ലെങ്കിൽ ജനാധിപത്യം വിടർന്നു എന്ന് നിങ്ങളൊക്കെ പറയും. അതേസമയം IND മുന്നണിയിലുള്ള ആരെങ്കിലും NDAക്ക് പിന്തുണ പറഞ്ഞാൽ അത് കൂറുമാറ്റം, താമര എന്ന് പറയുമല്ലോ, നമ്മുടെ ഒരു താമരയിലേക്ക് ആളിനെ കൊണ്ടുവന്നു എന്നുള്ള രീതിയിലൊരു പ്രചരണം നടത്തും. ഇത് സ്വാഭാവികമാണ്. ഈ നിരാശയുള്ള ആളുകൾ അങ്ങനെയൊക്കെ പറയും. ഞങ്ങൾ അതിലേക്കൊന്നും വഹിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഭരണഘടനയോടും ഇന്ത്യൻ ജനാധിപത്യത്തോടും കാണിച്ച ഒരു ക്രൂരതകളുണ്ടല്ലോ കോൺഗ്രസ്. അതുകൊണ്ട് ഇന്ത്യയിലെ കോൺഗ്രസ് കാര്യമല്ലേ ശ്രീ JR പത്മകുമാർ പറയുന്നത്? പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പ്രതിപക്ഷം ഓർമ്മിപ്പിക്കുന്നത്.
അതിനെന്താണ് മറുപടി? ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് ഈ നമ്മള് ചരിത്രത്തെ അല്ല നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കഴിഞ്ഞ കാര്യങ്ങള്, ഇപ്പോഴുള്ള കാര്യങ്ങള്, ഭാവിയിലെ കാര്യങ്ങളൊക്കെ പറയുമല്ലോ. നിങ്ങൾ വിഷമിക്കാതിരിക്കുക. കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോഴൊന്നും വിഷമിക്കാതിരിക്കുക. ഞങ്ങളെ കുറിച്ച് നിങ്ങൾ എത്ര വേണോ പറഞ്ഞോ, ഞങ്ങൾ ധൈര്യമായിട്ട് ഇത് കേൾക്കുന്നുണ്ട്, അതിന് മറുപടി പറയുന്നുണ്ട്. പക്ഷെ ഒരു അല്പ സഹിഷ്ണുത കാണിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. എനിക്ക് പറയാനുള്ളത് പറയട്ടെ. ഇത് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഈ ഇന്ത്യൻ ഭരണഘടനയോടും ജനാധിപത്യത്തോടും കാണിച്ചിട്ടുള്ള ക്രൂരതകളുണ്ടല്ലോ, അതിന് ഈ 365 ദിവസവും ഈ ഭരണഘടന എടുത്ത് തലയെ വെച്ചുകൊണ്ട് പാർലമെന്റിനകത്തും പുറത്തും ഇരുന്നാലേ അത് പ്രായശ്ചിത്തമാകുള്ളൂ. അത് യാതൊരു സംശയം വേണ്ട. ഞങ്ങൾ ഒരിക്കലും ഈ ജനാധിപത്യത്തെ ഇത്രമാത്രം ക്രൂശിച്ചിട്ടുള്ള മൗലിക അവകാശങ്ങളെ അവർ കൂച്ചുവില കിട്ട ഇന്ത്യൻ ഭരണഘടനയെ, ജുഡീഷ്യറിയെ എല്ലാം തച്ചു തകർത്ത, ഭരണഘടനാ സ്ഥാപനങ്ങളെ തച്ചു തകർത്ത ഒരു സാഹചര്യം ഇന്നലെ കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് പോലെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്താ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയാത്തത്? അതിന്റെ വാർഷികമാണല്ലോ ആഘോഷിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ പാർലമെന്റിന്റെ കോറം വേണ്ട എന്ന് തീരുമാനിച്ചത് ആരാണ്? പാർലമെന്റിലെ നിയമസഭകൾക്ക് കോറം വേണ്ട, 10% വേണമെന്നുള്ളതാണ് ഇപ്പോഴുള്ള നിലവിലുള്ള നിയമം. അത് വേണ്ട. ഞാനും എന്റെ വീട്ടിലുള്ള ആളുകൾ കൂടി ഒരുമിച്ചിരുന്നാൽ പാർലമെന്റ് കൂടിയതായി കണക്കാക്കുമെന്ന് ഇന്ത്യയിൽ നിയമം പാസാക്കിയതാരാ? പ്രസിഡന്റിന് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഭരണഘടന അമെന്റ് ചെയ്യാം എന്ന് നിയമം ഉണ്ടാക്കിയതാരാ? BJP-യോ നരേന്ദ്രമോദിയാണോ? എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഇന്ത്യയുടെ ഭരണഘടന മാറ്റം വരുത്താം എന്ന് ഇന്ത്യയിൽ നിയമമുണ്ടാക്കിയത്, അതിനുവേണ്ടി ബില്ല് പാസാക്കിയതാരാണ്? NDA ആണോ? അത് നരേന്ദ്രമോദിയാണോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായിരുന്ന ഇന്ദിരാഗാന്ധി വെറും 5 ദിവസം കൊണ്ട്, 3 ദിവസം കൊണ്ട് പാർലമെന്റില്, ലോകസഭയിൽ ഒരു ബില്ല് പാസ്സാക്കുന്നു, അത് കഴിഞ്ഞ് രാജ്യസഭയിൽ പാസ്സാക്കുന്നു, അത് കഴിഞ്ഞ് 17 സംസ്ഥാനങ്ങൾ ഒരുമിച്ച് പാസ്സാക്കുന്നു. ഞായറാഴ്ച പ്രസിഡന്റിനെ കൊണ്ട് അടുത്ത ദിവസം അത് അസന്റ് ഒപ്പിടിയിക്കുന്നു. ഞായറാഴ്ച ആയിട്ട് നമ്മുടെ പാർലമെന്റിന്റെ ഓഫീസ് തുറന്ന് നോട്ടിഫിക്കേഷൻ ഇറക്കുന്നു. ഇതാരാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇത് ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ നേതാക്കന്മാരെ ജയപ്രകാശ് നാരായണ ഉൾപ്പെടെ, വിജയരാജ സിന്ധ്യ ഉൾപ്പെടെ, അടൽ ബിഹാരി വാജ്പേയി ഉൾപ്പെടെ, LK അദ്വാനി ഉൾപ്പെടെ, ആചാര്യ കൃപാലിനി ഉൾപ്പെടെ, ശരൺ സിംഗ് ഉൾപ്പെടെ, അടിയന്തരാവസ്ഥയെ ഇപ്പോൾ ആരും ന്യായീകരിക്കുന്നില്ല. അതൊരു തെറ്റായിരുന്നെന്നും അതൊരു പിഴവായിരുന്നെന്നും സമ്മതിക്കുന്ന ഒരു കാലത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഏതൊക്കെ പിഴവുകൾ സമ്മതിക്കുന്നിടത്താണ് വ്യത്യാസം വരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ, ഇവിടെ മനുഷ്യാവകാശ പ്രവർത്തകരെ വിചാരണ കൂടാതെ ജയിലടച്ച സംഭവം ഉണ്ടാകുമ്പോൾ, മാധ്യമ പ്രവർത്തകരെ അടക്കം ജയിലടച്ച സംഭവം ഉണ്ടാകുമ്പോൾ അതിൽ സുപ്രീം കോടതി അതിശക്തമായ വിമർശനങ്ങളോടെ പ്രതികരിക്കുകയും മാധ്യമപ്രവർത്തകരെ പുറത്തിറക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ, പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളെ ജയിലടയ്ക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ പറയാനാവുക എന്ന ചോദ്യത്തിന് എന്താണ് മറുപടി? അല്ല, നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത് സംബന്ധിച്ച് നിങ്ങൾ കേരളത്തിലേക്ക് ഒന്ന് വന്ന് നോക്കും. നിങ്ങളുടെ സഹപ്രവർത്തകർ എത്ര പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? എത്ര പേരെ കള്ളക്കേസ് എടുത്തിട്ടുണ്ടായിരുന്നു? എത്ര സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? എത്ര ആളുകളെ ക്യാമറയും മറ്റു ഉപകരണങ്ങളും പിടിച്ചെടുത്തോണ്ട് പോയിരിക്കുകയായിരുന്നു? കേരളത്തെ കണ്ടിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെയല്ല താരതമ്യപ്പെടുത്തുന്നത്. ഓരോ സംസ്ഥാനത്തും അല്ലെങ്കിൽ ഓരോ ഇഷ്യൂവിന് വരുമ്പോഴും അതിനെല്ലാം മുഴുവൻ പത്രപ്രവർത്തകരെ എല്ലാവരും അറസ്റ്റ് ചെയ്തു എന്നുള്ളതല്ല. അറസ്റ്റ് ചെയ്തതിൽ കാരണം ഉണ്ടാവും. ഞങ്ങളെ CPM-ന്റെ ഏത് ദേശീയ നേതാവിനെയാണ് പിടിച്ചകത്തിട്ടത്? പറയണം. കോൺഗ്രസിന്റെ ഏത് ദേശീയ നേതാവിനെയാണ് അകത്തിട്ടത്? ഞങ്ങൾ വരുന്നതിന് മുമ്പേ 2014 മുമ്പേ ഉള്ള കേസില്, 2014 മുൻപേ ഉള്ള കേസുകൾ, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ചോദ്യം ചെയ്യേണ്ടി വരുമ്പോ ചോദ്യം ചെയ്യും. നരേന്ദ്രമോദിയെ ചോദ്യം ചെയ്തിട്ടില്ലേ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്? അമിത്ഷായെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? UPA ഗവൺമെന്റ് അല്ല, ഏത് കേസ് ഇപ്പൊ എന്തായി? അല്ല, ഏത് കേസെന്നല്ല ഞാൻ ചോദിച്ചത്. ഏത് കേസെന്നല്ല നിങ്ങൾ ന്യായീകരിക്കേണ്ടത്. പ്രതിപക്ഷ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, നേരത്തെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഏതെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യും. അതിലൊന്നും യാതൊരു സംശയമില്ല. ഞാൻ ചോദിച്ച ഇത്രയും ആളുകളെ, ആചാര്യ കൃപാലിനി, ജയപ്രകാശ് നാരായണൻ, മൊറാർജി ദേശായി, LK അദ്വാനി, വാജ്പേയി തുടങ്ങിയ, വിജയരാജ് സിന്ധ്യ തുടങ്ങിയ ആളുകളെ എത്ര മാസമാണ് ജയിലിലിട്ടിരുന്നത്? നിങ്ങളൊന്ന് പറയൂ.
അപ്പൊ ഈ അടിയന്തരാവസ്ഥ ഇത്രമാത്രം ഭരണഘടനയും ജനാധിപത്യത്തെയും ശ്രീ മോഹൻ വർഗീസ് അടിയന്തരാവസ്ഥയെ കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ മോദി അങ്ങനെ പറഞ്ഞാണ് തുടങ്ങിയത്. പാർലമെന്റിൽ പക്ഷേ ഇനി മുന്നോട്ട് വയ്ക്കാൻ പ്രതിപക്ഷത്തിന് അതിശക്തമായ വിഷയങ്ങളുണ്ട്. നീറ്റ് നെറ്റ് അടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഓഹരി വിപണിയിലുണ്ടായ ചാഞ്ചാട്ടത്തെക്കുറിച്ചുള്ള വിഷയം ഉന്നയിക്കാനിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി അവതരിപ്പിക്കാൻ പുറത്താക്കാതെ, പ്രതിപക്ഷ നേതാക്കളെ പുറത്താക്കാതെ തന്നെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള സാഹചര്യമാണ്. JR പത്മകുമാർ, ഞാൻ താങ്കളിലേക്ക് വരാം. ഇനി ഇത്രയും പറഞ്ഞ സ്ഥിതിക്കാണ് ഞാൻ അടുത്ത ആളിലേക്ക് പോകുന്നത്. അല്ല, പാർലമെന്ററി കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തനം പാർലമെന്റിനകത്ത് നടത്തിയാൽ പുറത്താക്കേണ്ടി വരും. അത് ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും. പാർലമെന്റിൽ പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കാൻ കഴിയും, വിമത സ്വരം ഉയർത്താൻ കഴിയും. അങ്ങനെ ഉയർത്തുന്നവരെ മുഴുവൻ പുറത്താക്കുകയല്ല. ശ്രീ മോഹൻ വർഗീസിനോടാണ് ചോദ്യം. ശ്രീ മോഹൻ വർഗീസ്, പുറത്താക്കപ്പെടാതെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ? ഇന്നിപ്പോൾ മോദി പാർലമെന്റിലേക്ക് കയറുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യം ഇതാണ്: സഹകരിച്ച് പ്രവർത്തിക്കാം, ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ സഹകരിച്ചില്ല എങ്കിൽ പുറത്താകും. ശ്രീ JR പത്മകുമാർ, ഞാനൊന്ന് മോഹൻ വർഗീസിനോട് ചോദിക്കട്ടെ. JR താങ്കളോടല്ല, ഞാൻ മോഹൻ വർഗീസിനോടൊന്ന് ചോദിക്കട്ടെ. കേട്ടില്ല. നിങ്ങളുടെ സ്റ്റുഡിയോയിലല്ല ഇരിക്കുന്നത്, അതുകൊണ്ട് ഈ കണക്ഷൻ ക്ഷമിക്കണം, താങ്കൾ കേൾക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യം. ദേഷ്യപ്പെട്ടതല്ല, ഞാൻ 2 തവണ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശ്രീ മോഹൻ വർഗീസ്, അതിനുള്ള മറുപടി. അല്ല, അതിനുള്ള മറുപടിയിലേക്ക് നീങ്ങാം. ഒരു പ്രത്യേക ആപ്തവാക്യം അല്ലെങ്കിൽ ഒരു ഓഫ്റ്റ് റിപ്പീറ്റഡ് ഒരു ഖൗട്ടാണ്. അത് റോമൻ ഭരണകാലത്തെ ഒരു ഖൗട്ടാണ്. റോമൻ ഭരണകാലത്തെ അല്ല, ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ കാലത്തെ അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ കീഴടക്കിയ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ അദ്ദേഹത്തെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: യു ക്യാൻ കോൺകർ ദ വേൾഡ് ഓൺ ഹോഴ്സ് ടോപ്പ്. താങ്കൾക്ക് ലോകം മുഴുവൻ ഒരു കുതിരപ്പുറത്ത് കയറി കീഴടക്കാൻ കഴിയും. ബട്ട് ഇഫ് യു വാണ്ട് ടു റൂൾ ദ വേൾഡ്, യു ഹാവ് ടു ഗെറ്റ് ഡൗൺ ഫ്രം ദ ഹോഴ്സ്. താങ്കൾക്ക് ഭരിക്കണമെങ്കിൽ, ലോകം ഭരിക്കണമെങ്കിൽ കുതിരപ്പുറത്തു നിന്നും താഴെ ഇറങ്ങേണ്ടി വരും. ഇത് തന്നെയാണ് ഈ തരുണത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടത്. ജനാധിപത്യത്തിൽ ഒരു കക്ഷിക്ക് ഭൂരിപക്ഷം ലഭിക്കും, ഒരു മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിക്കും. ആ ഭൂരിപക്ഷം ലഭിച്ച മുന്നണിയുടെ പ്രൊറോഗറ്റീവാണ് മന്ത്രിസഭ ഉണ്ടാക്കുക എന്നത്, നിയമങ്ങൾ ഉണ്ടാക്കുക എന്നത്. പക്ഷേ നിയമങ്ങൾക്ക് ചാരുതയുണ്ടാകണമെങ്കിൽ, ദൃഢതയുണ്ടാകണമെങ്കിൽ, വ്യാപകമായ അംഗീകാരം ഉണ്ടാകണമെങ്കിൽ പ്രതിപക്ഷത്തെ കോൺഫിഡൻസിലെടുക്കണം. ശക്തമായ ഭരണപക്ഷത്തോടൊപ്പം ക്രിയാത്മകമായി കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ഓപ്പോസിഷൻ കൂടി ഉണ്ടാവണം. ആ ഓപ്പോസിഷനെ സിസ്റ്റമാറ്റിക്കായി എലിമിനേറ്റ് ചെയ്യുന്ന ഒരു പതിവാണ് കഴിഞ്ഞ 10 വർഷം നടന്നതെങ്കിൽ അതിനെ സാധ്യമല്ല ഇപ്പോൾ. കാരണം നമ്പേഴ്സ് അങ്ങനെയാണ് കാണുന്നത്. കാരണം ഒരു പ്രത്യേക കക്ഷിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു അന്തരീക്ഷം. അപ്പൊ സ്വാഭാവികമായി പ്രതിപക്ഷത്ത് നിന്ന് മാത്രമല്ല തിരുത്തലുകൾ ഉണ്ടാവേണ്ടത്, ഭരണപക്ഷത്തെ ചെറിയ പക്ഷികളിൽ നിന്നും പിന്തുണയ്ക്കുന്ന കക്ഷികളിൽ നിന്നും ഉൾപ്പെടെ തിരുത്തലിന്റെ സ്വരമുണ്ടാകണം. അതാണ് ജനാധിപത്യത്തിന്റെ, പ്രത്യേകിച്ച് ഒരു മുന്നണി മര്യാദകൾ. അതാണ് ജനാധിപത്യത്തിന്റെ അന്തസ്സും ചാരുതയും ദൃഢതയും എന്ന് പറയുന്നത്. നടത്തുന്നതിനകത്തല്ല. നിതീഷ് കുമാറൊക്കെ ഈ ജാതി സംവരണവുമായി ബന്ധപ്പെട്ട് മറിച്ചൊരു നിലപാടുണ്ടായാൽ അങ്ങ് എതിർത്ത് പുറത്തേക്ക് പോകുമെന്നുള്ള പ്രതീക്ഷയൊക്കെയാണോ ഇന്ത്യ മുന്നണിക്കുള്ളത്? അത് ശരിയായ പ്രതീക്ഷയായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അദ്ദേഹത്തിന് അധികാരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടല്ലാതെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊന്നും അദ്ദേഹം പോകുമെന്ന് കരുതുന്നില്ല. സ്മൃതി, നമ്മൾ ബീഹാറിലെ ഒരു റീജിയണൽ പാർട്ടിയാണ് JDU, ജനതാദൾ യുണൈറ്റഡ്. അപ്പൊ നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ നിലനിൽപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ ജാതി സംവരണവുമായി ബന്ധപ്പെട്ടാണ്. നിതീഷ് കുമാറിന്റെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടും, എക്സ്ട്രീംലി ബാക്ക്വേർഡ് വിഭാഗങ്ങളുടെ വോട്ട് കിട്ടും, നോൺ യാദവ് OBCയുടെ വോട്ട് കിട്ടും, മഹാദളിതുകളുടെ വോട്ട് കിട്ടും. ഇതെല്ലാം ആവശ്യമാണ് നിതീഷ് കുമാറിന്. നിലനിൽപ്പിന് വേണ്ടിയാണ് സഖ്യകക്ഷികൾ ഇപ്പോൾ ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത്. പക്ഷെ അവരുടെ കോർ ഐഡിയ എന്ന് പറയുന്നത് ജാതി സംവരണം തന്നെയാണ് നിതീഷ് കുമാറിന്റെ ആശയം. അത് ലാലുവിന്റെ ആശയം അത് തന്നെയാണ്. അപ്പൊ ബീഹാറിലെ BJP ഇതര ഏതാണ്ട് എല്ലാ കക്ഷികളും, BJPയോടൊപ്പം നിൽക്കുന്ന ജനതാദൾ യുണൈറ്റഡിന്റെ ആകട്ടെ, വ്യംഗ്യമായ അർത്ഥത്തിൽ ഒരുപക്ഷെ ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി ആയിക്കൊള്ളട്ടെ, ഈ പാർട്ടികൾ ഇപ്പോൾ NDA മുന്നണിയിലാണ്. പക്ഷേ ജാതി സെൻസസ് വേണ്ട എന്ന് ആത്മാർത്ഥമായി ഇലക്ടറേറ്റിനോട് പറയാവുന്നൊരവസ്ഥയിലല്ല അവർ. അപ്പൊ അത് പ്രായോഗികതയാണ്. അത് മാത്രമല്ല, ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടി, 16 MP മാരുള്ള തെലുങ്ക് ദേശം പാർട്ടിക്ക് അവരുടേതായ അജണ്ടകളുണ്ട്, അവരുടേതായ
പ്രയോറിറ്റീസ് ഉണ്ട്. ആന്ധ്രാപ്രദേശിലെ മുസ്ലിങ്ങളെല്ലാം തന്നെ ഇന്ത്യ മുന്നണിക്ക് അല്ല വോട്ട് ചെയ്തത്. അതിലൊരു ചെറിയ ഭാഗമെങ്കിലും ചന്ദ്രബാബു നായിഡുവിന്റെ TDPക്ക് വോട്ട് നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം വിശാലമായ താല്പര്യങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഒരു മുന്നണിയായി നിൽക്കുമ്പോഴും ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാവേണ്ടതാണ്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു നാഷണൽ അജണ്ട ഫോർ ഗവർണൻസ്. അതായിരുന്നു NDAയുടെ പ്രധാനപ്പെട്ട അജണ്ട. ഈ സഖ്യകക്ഷികളുമായി എല്ലാം ചേർന്ന് ആലോചിച്ച് ഒരുമിച്ച് നിൽക്കാവുന്ന കാര്യങ്ങൾ വാജ്പേയിയുടെ കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാമക്ഷേത്രം ഒരു കോമൺ അജണ്ട ആയിട്ട് വന്നില്ല. നാഷണൽ അജണ്ട ഫോർ ഗവർണൻസിൽ രാമക്ഷേത്രമാകട്ടെ, ആർട്ടിക്കിൾ 370 ആയിക്കൊള്ളട്ടെ, കാശ്മീർ ആയിക്കൊള്ളട്ടെ, യൂണിഫോം സിവിൽ കോഡായിട്ട്, ഇതൊന്നും നാഷണൽ അജണ്ട ഫോർ ഗവർണൻസിൽ വന്നില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഇല്ല, രണ്ട് കൂട്ടർക്കും ഇല്ല എന്നുള്ളതാണ്. അത് രൂപപ്പെട്ട് വരേണ്ടതാണ്. മുന്നണി രാഷ്ട്രീയം മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പൊതുധാരണ എത്തണം. ഒന്ന്, ആദ്യ ധാരണ എത്തേണ്ടത് മുന്നണിക്കുള്ളിലാണ്. രണ്ടാമത്തെ ധാരണ എന്ന് പറയുന്നത് വിശാല പ്രതിപക്ഷത്തെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാനാവില്ല. ഉറപ്പാണ്. ഭരണപക്ഷത്തിന് മാൻഡേറ്റ് ജനം കൊടുത്തിരിക്കുന്നത് പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കാനല്ല, മറിച്ച് ഭരണപക്ഷത്തിന് മുന്നോട്ട് പോയേ പറ്റൂ. പക്ഷേ ചില കാര്യങ്ങളിൽ ഒരു ദേശീയ സമവായം, കൺസെൻസസ് എന്ന് പറയാം. ഇതാണ് കൺസെൻഷ്വൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ കൺസെൻസസ് ഇല്ലാതെ പോകുമ്പോൾ ജനാധിപത്യം കേവലം നമ്പറിന്റെ മാത്രം ഒരു കളിയായി മാറുന്നു. സ്മൃതി, ഇത് അൺഫോർച്ചുനേറ്റ് ആണ്. ഭരണഘടനാ പിതാക്കന്മാർ ഡോക്ടർ BR അംബേദ്കർ ആകട്ടെ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാകട്ടെ, ഗോപാലസ്വാമി അയ്യങ്കാർ ആയിക്കോട്ടെ, HM കുൽസ്രു ആകട്ടെ, TT കൃഷ്ണമാചാര്യ ആകട്ടെ, ഇതെല്ലാവരും തന്നെ ഒരുപാട് നേരം ഡിബേറ്റ് ചെയ്തൊരു വിഷയമാണ് ഈ കൺസെൻഷ്വൽ അപ്രോച്ചിനെ കുറിച്ച്. അത് സാധ്യമാകണമെങ്കിൽ ഭരണഘടനയിലെ ഏതെങ്കിലും വകുപ്പ് ഉയർത്തി കാട്ടിക്കൊണ്ട് കൺസെൻസസ് എന്ന് പറയാനൊക്കില്ല. അതൊരു പാരമ്പര്യമാണ്, അതൊരു പ്രതിപക്ഷത്തിന്റെ ഒരു അവകാശമാണ് കൺസൾട്ട് ചെയ്യപ്പെടുക എന്നത്. അതേസമയം ഭരണപക്ഷത്തിന്റെ അവകാശമാണ് ഭരിക്കുക എന്നത്. പക്ഷെ ഇതിന്റെ രണ്ടിനും ഇടയിൽ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ കൺസെൻസസ് എന്ന് പറയുന്നത്. യോജിക്കാവുന്ന വിഷയങ്ങളിലെങ്കിലും ഒരു ദേശീയ തലത്തിൽ ഒരു ധാരണ എത്തണം. അതിനുള്ള നമ്പർ ഇതില്ലാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് നോക്കൂ, ഞാൻ എടുത്തു പറഞ്ഞ ഈ രണ്ടുപേര്, അതായത് ഒന്ന് മധ്യപ്രദേശിൽ നിന്നും ചൗഹാൻ, ശിവരാജ് സിംഗ് ചൗഹാൻ എഴുന്നേറ്റ് സത്യപ്രതിജ്ഞയ്ക്കായി നീങ്ങിയപ്പോൾ, MP ആയി സത്യപ്രതിജ്ഞയ്ക്കായി നീങ്ങിയപ്പോൾ അദ്ദേഹത്തിന് വലിയ ഹർഷാരവങ്ങളാണ് ഇന്ത്യ മുന്നണി കൊടുത്തത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ നിതിൻ ഗഡ്കരി, അദ്ദേഹം വളരെ നീതിമാനായ ഒരു നേതാവായിട്ടാണ്. ഒരു BJP-കാരനായ മന്ത്രിയെ വെറും BJP-കാരൻ മന്ത്രി എന്നല്ല കണ്ടത്. അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഉള്ളിൽ ഒരു സെലക്റ്റീവ് അപ്രോച്ച് ഉണ്ട് എന്ന് നിസ്സംശയം പറയാം ഈ ഘട്ടത്തിൽ. അങ്ങനെ സെലക്റ്റീവായി ഭരണകക്ഷി മന്ത്രിമാരെ അല്ലെങ്കിൽ ഭരണത്തിലുള്ള ഗവൺമെന്റിലെ ആളുകളെ കാണുന്നത് അത്ര ആരോഗ്യപരമായ കാര്യമല്ല. ഓപ്പോസിഷനും റൂളിംഗ് പാർട്ടിയും പരസ്പരം ഒരു നയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, വ്യക്തികളെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഇത് മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് ഇവിടെ ശ്രീ അമിത്ഷാ ആകട്ടെ, ശ്രീ നരേന്ദ്രമോദി ആകട്ടെ, വ്യക്തികൾ എന്ന നിലയിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഭരണഘടന ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം ശബ്ദമുണ്ടാക്കി എന്ന് പറയുന്നത് ഭരണഘടനയെ വീണ്ടും 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 ക്യാമറ കണ്ണുകളുടെ മുമ്പിൽ, പ്രതിപക്ഷത്തിന് മുമ്പിൽ ഭരണഘടനയെ ഒരു വളരെ വലിയ വിഷയമായി ഉയർത്തിക്കാട്ടുകയാണ്. എനിക്ക് തോന്നുന്നത് പ്രതിപക്ഷത്തിന് ഇനിയുള്ള നാളുകളിൽ, ഇനിയുള്ള കാലഘട്ടത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ്. അതിന് തുടക്കമിട്ടത് ആദ്യം എന്തായാലും കേജ്രിവാൾ ആണല്ലോ. കേജ്രിവാൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ മോദിക്ക് വിരമിക്കേണ്ടി വരുമെന്നും ഗഡ്കരിയാണ് RSSന് സ്വീകാര്യനെന്നും അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഗഡ്കരിക്ക് കൈയടിക്കുന്നു. അപ്പോൾ ഗഡ്കരിക്ക് പ്രതിപക്ഷത്തോടും ആ രൂപത്തിൽ താല്പര്യമുണ്ടാകുന്നു, അല്ലെങ്കിലും അദ്ദേഹം ഇടപെടുന്ന കാര്യത്തിൽ എല്ലാവരോടും ആ രൂപത്തിലാണ്. അതാണല്ലോ അദ്ദേഹത്തിന് സ്വീകാര്യനാക്കിയതും. ആ ഒരു തന്ത്രം ഉടനീളം മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണോ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്, കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉദ്ദേശിക്കുന്നത്? അതൊക്കെ എത്രത്തോളം, ഏത് ഘട്ടം വരെ സാധ്യമാകും? അല്ല സ്മൃതി, നമ്മൾക്ക് ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 400 സീറ്റിലധികമായിട്ട് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ് പ്രചരണം തുടങ്ങിയ നരേന്ദ്രമോദിയെ താഴെ ഇറക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നണി പ്രചരണം നടത്തിയെന്നാണ് JR പത്മകുമാർ പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞ പ്രധാനമന്ത്രിയെ 400 സീറ്റോടുകൂടി അധികാരത്തിൽ തുടർഭരണത്തിൽ എത്തുമെന്ന് അവകാശപ്പെട്ട പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ ഞങ്ങൾ താഴെ ഇറക്കി. ഞങ്ങൾ ആ നരേന്ദ്രമോദിയെ താഴെ ഇറക്കി BJP സർക്കാരിൽ നിന്ന് NDA സർക്കാരിലേക്ക് മാറ്റിപ്പണിതു. ആ നരേന്ദ്രമോദി
നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് മുമ്പിൽ ശിരസ് കുമ്പിടാനും ഭരണഘടനയെ തൊട്ടുമുത്താനും വരെ പ്രാപ്തനാക്കിയത് ഇന്ത്യ മുന്നണിയുടെ പ്രചരണം കൊണ്ട് മാത്രമാണ് എന്ന് താങ്കൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ താങ്കൾ പറഞ്ഞത് അടിയന്തരാവസ്ഥയെക്കുറിച്ച് താങ്കൾ 2 ടൈമിലും പറഞ്ഞപ്പോൾ ഞാനത് അതിനെക്കുറിച്ച് പറയാതെ പോയതാണ്. താങ്കൾ വീണ്ടും വീണ്ടും അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ BJPയുടെ പ്രതിനിധിക്ക് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നുള്ള രീതിയിൽ ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയ പരിപാടികളെ കുറിച്ചിട്ട് പറയാൻ എന്ത് അർഹതയാണുള്ളത്? ഇന്ദിരാഗാന്ധി 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതിന്റെ പരിണിത ഫലങ്ങൾ കൈപ്പേറിയതായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കുമില്ല, ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഇരിക്കുന്ന ആർക്കുമില്ല. പക്ഷെ അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട പല കാര്യങ്ങളും ഈ രാജ്യത്തുണ്ടായിരുന്നു. അതെല്ലാം മറന്നുകൊണ്ട് നമ്മൾ വിമർശിക്കുമ്പോൾ സമ്പൂർണ്ണ വിപ്ലവം എന്ന് പറഞ്ഞ് പോലീസുകാരോടും പട്ടാളക്കാരോടും തോക്കെടുക്കാനും കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. രാജ്യം മുഴുവൻ റെയിൽവേ സമരത്തിലൂടെ സ്തംഭിപ്പിച്ച ഒരു സാഹചര്യമുണ്ട്. ഈ രാജ്യത്തിന്റെ സാമ്പത്തിക സാഹചര്യങ്ങളെയും സാമൂഹ്യ വ്യവസ്ഥയും തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു. അമേരിക്കയുടെ CIAയുടെ ഭാഗമായിട്ടുള്ള ഫണ്ടിങ് വരെ സ്വീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നു. അങ്ങനെ വരുമ്പോൾ രാജ്യത്തെ ആഭ്യന്തര കലഹത്തെ അമർച്ച ചെയ്യേണ്ടത്, നിയന്ത്രിക്കേണ്ടത് ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് ഭരണഘടന അനുശാസിക്കുന്ന 352 വകുപ്പ് അനുസരിച്ചിട്ട് പാർലമെന്റ് പാസാക്കി പ്രസിഡന്റ് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയാണ് പ്രഖ്യാപിച്ചത്. അതിന്റെ പ്രഖ്യാപനത്തിന് ശേഷം ആ അടിയന്തരാവസ്ഥ കാലത്ത് രാജ്യത്തിന് പിന്നീട് ഒരുപാട് ഗുണകരമായിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കപ്പെട്ടുവെങ്കിലും അടിയന്തരാവസ്ഥയുടെ 21 മാസക്കാലത്ത് ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും പൗരസ്വാതന്ത്ര്യത്തിന് പത്രസ്വാതന്ത്ര്യത്തിന് കൂച്ചുവലങ്ങിടുകയും സമരം ചെയ്ത ആളുകളെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്, വാസ്തവമാണ്. ഇന്ദിരാഗാന്ധി തന്നെ അത് ഏറ്റുപറഞ്ഞ് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, പരിണിത ഫലങ്ങൾ. പക്ഷേ അപ്പോഴും അത് ഭരണഘടന അനുശാസിക്കുന്ന 352 വകുപ്പ് അനുസരിച്ചിട്ടാണ് പ്രഖ്യാപിച്ചത്. നിങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് യാതൊരു വകുപ്പും അനുശാസിക്കുന്ന ഒരു പ്രഖ്യാപനവും നടത്താതെ ഭരണഘടനയെ പോലും തച്ചുടയ്ക്കുന്ന രീതിയിൽ, പ്രതിപക്ഷ ശബ്ദങ്ങളെ തച്ചുടയ്ക്കുന്ന രീതിയിൽ, പ്രതിപക്ഷ MP-മാരെ അസ്ഥിരപ്പെടുത്തുകയും അയോഗ്യരാക്കുന്ന രീതിയിൽ ഈ രാജ്യത്തെ പത്രമാധ്യമ സ്ഥാപനങ്ങളെ റെയ്ഡ് ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ജയിലടക്കുകയും ചെയ്യുന്ന രീതിയിൽ ഈ രാജ്യത്തെ സമസ്ത മേഖലയിലെയും പ്രതിഷേധ സ്വരങ്ങളെ അടിച്ചമർത്തിയത് ഏത് ഭരണഘടനാ വകുപ്പ് അനുസരിച്ചിട്ടായിരുന്നു എന്നുകൂടി നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടത്തി എന്നത് പണ്ട് 50 വർഷം മുമ്പ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനുള്ള ന്യായീകരണമായിട്ട് പറയല്ലേ? 50 വർഷം മുമ്പ് നടന്ന ഒരു തെറ്റിന്റെ പേരിൽ അതിനെ ന്യായീകരിക്കാൻ 10 വർഷക്കാലം ഞങ്ങൾ അതേ തെറ്റ് അതിനേക്കാൾ മോശമായിട്ട് നടത്തും എന്ന് പറയുന്നതാണോ നിങ്ങളുടെ രാഷ്ട്രീയം? ഇനി രണ്ടാമത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്നത് പ്രായശ്ചിത്തം നടത്തണമെന്ന്. എങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങൾ നടത്തിയ തോന്നിവാസങ്ങൾക്കുള്ള പ്രായശ്ചിത്തമായിട്ടാണോ നരേന്ദ്രമോദി ഭരണഘടനയെ തൊട്ടുമുത്തി ക്ഷമ ചോദിച്ചതാണോ അത്? അപ്പൊ ഞങ്ങൾ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഭരണഘടനയോട് ക്രൂരത കാണിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രം പറയുന്നതല്ല. ഈ രാജ്യത്ത് BJPക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന RSSന്റെ മോഹൻ ഭാഗവത് എന്ന് പറഞ്ഞ സർസംഘചാലക് ദിവസങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചില്ലേ? ഭരണഘടനാ മൂല്യങ്ങൾ തകർക്കപ്പെടുന്നു, മണിപ്പൂരിലെ കണ്ണീരും വിലാപവും കണ്ടില്ല, BJP രാഷ്ട്രീയ പ്രവർത്തനം കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയിലേക്ക് ഒതുക്കപ്പെടുന്നു, BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി നരേന്ദ്രമോദിയിലേക്ക് മാത്രമായിട്ട് ചുരുക്കപ്പെടുന്നു, ഏകാധിപത്യ സ്വഭാവമാണെന്നൊക്കെ നിങ്ങളുടെ ചാട്ടുളിയായിട്ട് നിന്ന് നിങ്ങൾക്ക് എല്ലാ അഗ്നിയും പകർന്നു തരുന്ന RSSന്റെ നേതാവ് പറയുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? അപ്പൊ ഞങ്ങൾ പറഞ്ഞത് മാത്രമല്ല, ഞങ്ങൾ പറഞ്ഞ വിമർശനം മാത്രമല്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ താങ്കളോട് സൂചിപ്പിക്കട്ടെ. ഇന്ദിരാഗാന്ധിയോട് സഞ്ജയ് ഗാന്ധി പറയുന്നു, ഇനി ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകണ്ട, തെരഞ്ഞെടുപ്പിലേക്ക് പോകണ്ട, അടിയന്തരാവസ്ഥ പിൻവലിക്കേണ്ട. പാർലമെന്റ് ഇന്ദിരാഗാന്ധിക്ക് വീണ്ടും ഭരണ തുടർച്ചയ്ക്കുള്ള അംഗീകാരം നൽകുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നു ഇനി നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ തോൽക്കുമെന്ന് പറയുന്നു. എന്നിട്ടും അതിനൊക്കെ വകവെക്കാതെ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പിൻവലിച്ച് ഇലക്ഷന് പോവുകയും ആ ഇലക്ഷനിൽ ജനങ്ങൾ കൊടുത്ത തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെന്ന് മാപ്പ് പറയാൻ കാണിച്ച ആ ഉന്നതമായിട്ടുള്ള ഒരു ജനാധിപത്യ ബോധമുണ്ട്. തെറ്റ് പറ്റിയിട്ടും തെറ്റേറ്റ് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ജനാധിപത്യ ബോധം, അത് ഇന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദിക്ക് 10 വർഷക്കാലം ഈ രാജ്യത്ത് ഭരിച്ചിട്ടും കിട്ടിയിട്ടില്ല. ഒരു കാര്യം കൂടി അവസാനമായിട്ട് പറയാം. 10 വർഷക്കാലം നിങ്ങൾ ഈ രാജ്യം ഭരിച്ചു. 50 വർഷം മുമ്പ് നടന്ന അടിയന്തരാവസ്ഥയെ നിങ്ങൾ വിമർശിക്കുന്നു. 65 വർഷം മുമ്പ് ഈ രാജ്യം ഭരിച്ച ജവഹർലാൽ നെഹ്റുവിനെ നിങ്ങൾ വിമർശിക്കുന്നു. കോൺഗ്രസിനെ വിമർശിക്കാനല്ലാതെ കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങൾ നടത്തിയ വികസന നേട്ടങ്ങൾ, ജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുള്ള വികസന നേട്ടങ്ങളെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾക്ക് സാധിക്കില്ല. ഒരു പരീക്ഷ നടക്കുമ്പോൾ ആ പരീക്ഷാ പേ ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷ എഴുതുന്നത് എങ്ങനെ, പരീക്ഷയുടെ പേടി എങ്ങനെ മറക്കാം എന്നൊക്കെ പറഞ്ഞ് മൻ കി ബാത് നടത്തുന്ന പ്രധാനമന്ത്രി ഈ രാജ്യം ഭരിക്കുമ്പോഴാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയൊരു ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ഒരു പരീക്ഷ, പൊതുമേഖല പരീക്ഷ, അതിലുണ്ടാകുന്ന തട്ടിപ്പിനെ കുറിച്ചിട്ട് ഇവിടെ പുറത്തു വരുന്നത് വ്യാപം അഴിമതി പോലെ തന്നെയാണ് നീറ്റുമായി ബന്ധപ്പെട്ട വിഷയം. മറുപടിക്ക് ശേഷം ഞാൻ BN ഹസ്കറിലേക്ക് വരാം. മറുപടി പറയാം. നീറ്റ് പരീക്ഷയുടെ മുഴുവൻ കുറ്റവും NTA-ക്കാണ് എന്ന് മാത്രമാണ് കേന്ദ്രം പറയുന്നത്. ഈയുടെ ചോദ്യപേപ്പർ ചോർന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്. ഇന്നിപ്പോൾ മുദ്രാവാക്യത്തിലും അതുണ്ടായിരുന്നല്ലോ.
അല്ല അതല്ല ഇത്രയും ക്രൂരത കാണിച്ച അടിയന്തരാവസ്ഥയെ ന്യായീകരിക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന കോൺഗ്രസിന്റെ നേതാവ് പറയുകയാണ്. അതേപോലെ ഇന്ത്യയിലെ എന്തോ ജനാധിപത്യം തകരാൻ പോയി, CIA ഇങ്ങോട്ട് വരുന്നു, അമേരിക്കയിലെ ചാരങ്ങർ ഇവിടെ വരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ഈ അഭിപ്രായം ഇന്ത്യ മുന്നണിയിലെ ഒരാളുണ്ടല്ലോ, അസ്കറിനുണ്ടോന്നൊന്ന് ചോദിക്കുക, സ്മൃതി ഒന്ന് ചോദിക്കൂ. ഈ അടിയന്തരാവസ്ഥയെ ഇദ്ദേഹം പറഞ്ഞ ന്യായീകരണം ഈ കൂടെ സ്വന്തം മുന്നണിയിലുള്ള അസ്കറിനുണ്ടോ? ഇത് മാത്രമേ ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞുതരാം, ഞാൻ സംസാരിക്കാം. ഈ അടിയന്തരാവസ്ഥ എങ്ങനെയായിരുന്നു പ്രഖ്യാപിച്ചത്, എന്തായിരുന്നു സാഹചര്യം, എന്തായിരുന്നു ഒരാളുടെ തെരഞ്ഞെടുപ്പ് അയോഗ്യരാക്കിയത്, ആ തെരഞ്ഞെടുപ്പിന്റെ ഓഗസ്റ്റ് മാസം 11-ാം തീയതി വിധി വരുന്നതിന് മുമ്പാണ് നിയമങ്ങളൊക്കെ പാസ്സാക്കിയത്. 25-ന് തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതിനെ വന്നിട്ട് ന്യായീകരിക്കുകയാണ് ഞങ്ങൾ ന്യായീകരിച്ചോ ഇപ്പോൾ. അല്ല അദ്ദേഹം പറഞ്ഞല്ലോ അടിയന്തരാവസ്ഥ അദ്ദേഹത്തിന് കാര്യമൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞത് ന്യായീകരിക്കുകയാണെന്ന് താങ്കൾക്ക് തോന്നിയത് അത് താങ്കളുടെ രാഷ്ട്രീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഈ രാജ്യത്തെ സംരക്ഷിക്കാനാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ജനാധിപത്യത്തിന്റെ സ്ഥാപനമാണ് നൽകാമോ? ഞാൻ നീറ്റിന്റെ കാര്യം പറയാമല്ലോ. പറയൂ. തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞല്ലോ, കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞല്ലോ ടെസ്റ്റിംഗ് ഏജൻസിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്, അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള നടപടികൾ ഉടനെ തന്നെ തീരുമാനിച്ചു, അന്വേഷണ കമ്മീഷൻ നിയമിച്ചു, എക്സ്പെർട്ട് കമ്മിറ്റി നിയമിച്ചു, CBI അന്വേഷണം പ്രഖ്യാപിച്ചു. ചോർന്നല്ല, ചില സെന്ററുകളിൽ വന്ന വീഴ്ചകൾ മനസ്സിലാക്കി RJDയുടെ നേതാവിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. എന്ന് മാത്രമാണ് സമ്മതിക്കുന്നത്. അല്ല അത് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണല്ലോ, സുപ്രീം കോടതിയിൽ പോയിരുന്നല്ലോ. കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ വീഴ്ച മനസ്സിലാക്കി ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, അത് പരിഹരിക്കാൻ ജയിലുമായി. അല്ലല്ല, നിങ്ങൾ പറയുന്നതല്ലോ, നിങ്ങൾ നീതിന് തെറ്റ് ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും ചോർത്തി കൊടുത്തോ? ഏതെങ്കിലും BJP ലീഡർഷിപ്പിനോ കേന്ദ്ര ഗവൺമെന്റിനോ അതിന് ഉത്തരവാദിത്തമുണ്ടോ? തലത്തിൽ തന്നെ അന്വേഷണം നടത്തി ഒരാളിനെ പോലും അതുമായി ബന്ധപ്പെട്ട ഒരാളുടെ പോലും സേവ് ചെയ്യില്ല. ഇവിടെ PSC ടെസ്റ്റ് നടത്തിയൊന്നും അല്ല, ആളുകളെ സംരക്ഷിച്ചതുപോലെ അല്ല, കൃത്യമായി നടപടികൾ സ്വീകരിച്ചു. ആദ്യം പിഴവേ പറ്റിയില്ല എന്ന് പറഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞ ശേഷമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അക്കാര്യത്തിൽ പ്രതികരിച്ചത്. അല്ലല്ലോ, അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ്, തെറ്റു വീഴ്ചകൾ ചില മേഖലകളിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. വേണമല്ലോ എക്സ്പെർട്ട് കമ്മിറ്റി വെച്ചത്. 0.01% പോലും അംഗീകരിക്കാനാവില്ല എന്ന് കോടതി പറഞ്ഞ ശേഷമാണ് പ്രതികരിച്ചത്. CBI അന്വേഷണം വന്നല്ലോ, അന്വേഷിക്കട്ടെ. അന്വേഷണത്തിന്റെ ഭാഗം, സുപ്രീം കോടതിയുടെ ഭാഗം പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം പ്രഖ്യാപിക്കേണ്ടി വന്നു. എന്താണ് പിഴവെന്ന് പറയാൻ എന്താണ് തടസ്സം? എന്ത് പിഴവാണ് NTക്ക് പറ്റിയെന്ന് പറയാൻ എന്താണ് തടസ്സം? ഇതിനു മുമ്പ് എല്ലാ കാര്യത്തിലും അന്വേഷണങ്ങൾ വന്നിട്ടുണ്ട്, നിലപാടുകൾ പുനഃപരിശോധിച്ചിട്ടുണ്ട്, അതിലൊന്നും യാതൊരു വിഷമവുമില്ല. നമ്മുടെ സമയം അവസാനിക്കുന്നുണ്ട്. ആ വീഴ്ചകൾ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകും. ശരി, ശ്രീ BN ഹസ്കർ, ഇപ്പോൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കാനിരിക്കുന്നു പ്രതിപക്ഷം. അതിനൊരു കൃത്യമായ മറുപടി പാർലമെന്റിനകത്ത് പ്രതീക്ഷിക്കാമോ? പുറത്തേതായാലും പറഞ്ഞിട്ടില്ല. നീറ്റും നെറ്റ് പരീക്ഷകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യങ്ങൾക്കും പാർലമെന്റിനുള്ളിൽ മറുപടി പറയാൻ പോകുന്നില്ല. ശ്രീ പത്മകുമാർ പറയുന്നത് പോലെ ഒഴിവുകഴിവുകൾ പറഞ്ഞു പോകാനേ ആവുള്ളൂ. കാരണം രാജ്യത്തെ മത്സര പരീക്ഷകളുടെ സുതാര്യതയെ സംബന്ധിച്ച് വാദോരത സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രിക്ക് ഒരു കാരണവശാലും അതിന് മറുപടി പറയാനാവും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പാർലമെന്റിനുള്ളിൽ അദ്ദേഹം കൃത്യമായ ഒരു മറുപടി പറഞ്ഞാൽ പ്രതിപക്ഷ നിരയിലെ ഈ അംഗങ്ങളുടെ എണ്ണക്കൂടുതൽ കൊണ്ടും നേരത്തെ പോലെ ഒരു മറുപടി പറഞ്ഞ് രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. മറിച്ച് ഇപ്പോൾ CBI അന്വേഷണം നടക്കുന്നുവെന്നും സുപ്രീം കോടതി മുമ്പാകെ ഇതിന്റെ കേസ് നിലനിൽക്കുന്നു എന്ന ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊരു മറുപടിയില്ലാതായി തീരും എന്നു തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാജ്യത്തെ മത്സര പരീക്ഷകൾ ആകമാനം അപകടത്തിലാവുകയും അത് ചില കേന്ദ്രങ്ങളുടെ സമ്മർദ്ദത്തിനെ തുടർന്ന് അത് കൃത്യമായി ചോദ്യപേപ്പറുകൾ ചോർന്നു പോകുന്നു എന്നുള്ളതും വസ്തുതകളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അത് ഭാവി തലമുറയിലേക്ക്
വലിയ ആകാംക്ഷ സൃഷ്ടിക്കുന്ന ഒരു വിഷയമായി മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് BJP അതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ. അതിൽ BJP നേതാക്കന്മാരുടെ പങ്കുണ്ട് എന്ന വസ്തുത നാളെ പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ അതിന് മറുപടി പറയാതെ BJPക്ക് പാർലമെന്റിൽ നിന്ന് തടിയൂരാനുമാവില്ല. അത് അത്തരമൊരു സന്നിഗ്ധ ഘട്ടത്തിലേക്കാണ് നാളെ പാർലമെന്റ് പോകാനിരിക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. സ്മൃതി, ജിൻഡോ, ഇപ്പോൾ പ്രതിപക്ഷം ശക്തമായി പ്രതികരിക്കും, ശക്തമായ നിലപാടെടുക്കുമെന്ന് പറയുമ്പോഴും പ്രതിപക്ഷ നേതാവാകാൻ തയ്യാറാണോ എന്നുള്ള കാര്യം രാഹുൽ ഇപ്പോഴും മിണ്ടിയിട്ടില്ല. എപ്പോഴാണ് മുഹൂർത്തം? അല്ല, ഇവിടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി കിട്ടിയില്ല എന്നുള്ളതാണ് ആക്ഷേപം. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകാൻ തയ്യാറാണോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി അല്ല ഇവിടെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. നരേന്ദ്രമോദിയെ കൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ, ഇന്ത്യയിലെ ജനങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി പറയിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രവർത്തനമായിട്ട് കാണേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാഹുൽ ഗാന്ധി അത് കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി അതിന് കൃത്യമായിട്ട് മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് തന്നെ എല്ലാ കാര്യങ്ങളും അവസാനത്തേക്ക് മാറ്റിവെച്ച് ഏറ്റവും ഒടുവിൽ മാത്രം പറയുന്ന രാഹുലിന്റെ ആ രീതി ഒന്ന് അവസാനിപ്പിക്കാറായില്ലേ? അല്ല, രാഹുലിന്റെ ആ രീതി മോശമാണെങ്കിൽ രാഹുൽ കഴിഞ്ഞ 10 വർഷക്കാലം കേട്ട പഴികൾക്കും ആക്ഷേപങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഇന്ന് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ പാർലമെന്റിനകത്തെ ശക്തനായിട്ടുള്ള രാഹുൽ ഗാന്ധി. ഈ പഴികളൊക്കെ അതിജീവിച്ചുകൊണ്ട് കടന്നു വന്ന രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയുടെ ഉത്തരം കൃത്യസമയത്ത് കൃത്യമായിട്ട് തന്നെ വരും. പ്രതിപക്ഷ നേതാവ് ആരാണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായിട്ട് വരും. അതിനു മുമ്പും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അത് ഞങ്ങൾ കൃത്യമായിട്ട് നടപ്പാക്കുന്നുണ്ട്. ശരി, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. വളരെ നന്ദി എല്ലാവർക്കും. പാർലമെന്റ് സമ്മേളനം ബഹളത്തോടു കൂടി ഇന്ന് തുടങ്ങിയിരിക്കുന്നു. ഇനി അങ്ങോട്ടും അത്തരം ദിവസങ്ങളായിരിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.